കൂട്ടുകുടുംബം. എം കുഞ്ചാക്കോ നിർമ്മിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം 1969 നവംബർ 28 റിലീസ് ചെയ്തു. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചത് തോപ്പിൽ ഭാസി. വയലാറിൻ്റെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. ഗായകർ യേശുദാസ്, പി സുശീല, ബി വസന്ത. മേലേ മാനത്തെ നീലിപ്പുലയിക്ക് തങ്കഭസ്മക്കുറിയിട്ട, സ്വപ്ന സഞ്ചാരിണി, പരശുരാമൻ മഴുവെറിഞ്ഞു എന്നീ ഗാനങ്ങൾ ഏറെ പ്രശസ്തമായി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സത്യൻ അപ്പുക്കുട്ടൻ, നസീർ രാധാകൃഷ്ണക്കുറുപ്പ്, അടൂർ ഭാസി രാഘവൻ, കൊട്ടാരക്കര രാമക്കുറുപ്പ്, ശാരദ ശ്യാമള, ഷീല തങ്കമ്മ, എസ് പി പിള്ള, കാളിപ്പുലയൻ, ആലമ്മൂടൻ ഉണ്ണിത്താൻ, ഉഷാകുമാരി, രാധിക, ഖാൻ ഗോവിന്ദൻ നായർ, അടൂർ ഭവാനി കാർത്യായനി, അടൂർ പങ്കജം, ശങ്കരി, മണവാളൻ ജോസഫ്, സോമൻ നായർ, എൻ ഗോവിന്ദൻകുട്ടി, വേലായുധൻ പിള്ള, എസ് ജെ ദേവ്, ഗ്രാമസേവകൻ, ചാപ്ലിൻ, കൊച്ചുകൃഷ്ണൻ, കെ പി എസ് സി ലളിത, സരസ്വതി. കെ പി എസ് സി ലളിത അഭിനയിച്ച ആദ്യ ചിത്രമാണ് കൂട്ടുകുടുംബം. ഇലഞ്ഞിക്കൽ തറവാട് പുരാതന പാരമ്പര്യമുള്ള തറവാടാണ്. അവിടുത്തെ കാരണവരാണ് രാമക്കുറുപ്പ്. രാമക്കുറുപ്പിന് ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് ഉള്ളത്. മകൻ അപ്പുക്കുട്ടൻ, പെൺമക്കൾ ലക്ഷ്മിക്കുട്ടി, സരസ്വതി, ശ്യാമള. കുറുപ്പിൻ്റെ സഹോദരി കാർത്യായനി പിള്ളയും അവരോടൊപ്പമാണ് താമസിക്കുന്നത്. പുരോഗമന ചിന്താഗതിക്കാരനായ അപ്പുക്കുട്ടൻ ഒരു പുലയ പെണ്ണിനെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് എന്തുപറ്റി? അയാളെ കുറുപ്പ് തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അപ്പുക്കുട്ടന് ഒരു കുട്ടിയും ഉണ്ട്. കുടുംബത്തിൻ്റെ പ്രതാപം നിലനിർത്താൻ കുറുപ്പ് കാർത്യായനി പിള്ളയുടെ പുത്രനായ രാധാകൃഷ്ണക്കുറുപ്പിനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചു. അതിനായി രാധാകൃഷ്ണക്കുറുപ്പിനെ കോളേജിലേക്ക് അയച്ച് പഠിപ്പിക്കാനും തുടങ്ങി. കുറുപ്പിന് മറ്റൊരു ഉദ്ദേശ്യവും ഉണ്ടായിരുന്നു. കുടുംബം ഭിന്നിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഇളയ മകളായ ശ്യാമളയെ രാധാകൃഷ്ണക്കുറുപ്പിന് വിവാഹം ചെയ്തു കൊടുക്കുക. അവർ ഒന്നിച്ച് കളിച്ച് വളർന്നവരുമാണ്. രാധാകൃഷ്ണൻ്റെ അവസാന വർഷ പരീക്ഷയായി. വരുമാനമാർഗം കൃഷിയാണ്. പക്ഷേ കൃഷിനാശം ഉണ്ടായതുമൂലം കുറുപ്പ് സാമ്പത്തിക വിഷമത്തിലായി. പഠിപ്പ് മുടങ്ങിപ്പോകാതെ നോക്കണം. അതിനൊരു മാർഗമായി ശ്യാമളയെ ഒരു കലാസമിതിയിൽ അംഗമാക്കി കുറുപ്പ്. സമിതിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് കിട്ടുന്ന വരുമാനം രാധാകൃഷ്ണൻ്റെ പഠിപ്പിനായി നൽകി. അവൻ പഠിച്ചു പാസ്സായി ബിരുദധാരിയായി. കലാകാരികളെക്കുറിച്ച് ആഭാസകരമായ ഇല്ലാ കഥകൾ ചമച്ചെഴുതുന്ന മൂന്നാംകിട പത്രം ശ്യാമളയെക്കുറിച്ചും എഴുതി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ബിരുദമെടുത്ത് എത്തിയ രാധാകൃഷ്ണൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്യാമള നാടകസമിതിയിൽ പ്രവർത്തിക്കുന്നത് അറിഞ്ഞു. ഒരു എഞ്ചിനീയർ ആയ താൻ നാടകക്കാരിയെ വിവാഹം ചെയ്യുന്നത് തൻ്റെ ഇപ്പോഴുള്ള നിലയ്ക്കും വിലയ്ക്കും ചേർന്നതാണോ? അവൻ ആലോചിച്ച് മാനസിക സംഘർഷത്തിലേക്ക് പോയി. ബസ് മുതലാളിയായ വേലായുധൻ പിള്ളയും ഒരു പത്രം തുടങ്ങി. പത്രാധിപരായതോ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ജീവിതം വഴിമുട്ടി നിന്നിരുന്ന അപ്പുക്കുട്ടനും. ആ പത്രത്തിലും ശ്യാമളയെക്കുറിച്ച് ആഭാസകരമായ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. വേലായുധൻ പിള്ളയുടെ മകളാണ് രാധിക. സമ്പന്നനായ അയാൾക്ക് മകൾക്ക് നല്ലൊരു വരനെ തേടി നടക്കുകയാണ്. ആ അന്വേഷണം ചെന്ന് നിന്നത് രാധാകൃഷ്ണനിലാണ്. വലിയവനാകാൻ ആഗ്രഹിച്ചു നിന്ന അവനോട് തൻ്റെ മകളെ വിവാഹം കഴിച്ചാൽ അമേരിക്കയിൽ അയച്ച് ഉപരിപഠനം നടത്തിക്കാമെന്ന് വേലായുധൻ പിള്ള പറഞ്ഞു. ആ വാഗ്ദാനത്തിൽ സന്തോഷിച്ച് രാധികയെ വിവാഹം കഴിച്ചു. അമേരിക്കയിലേക്ക് പോകുകയും ചെയ്തു. ലക്ഷ്മിക്കുട്ടിയെ ഒരു ഉണ്ണിത്താൻ വിവാഹം കഴിച്ചു. ജീവിക്കാനായി ആരുടെയും എന്തു ജോലിയും കാലുതിരുമ്മൽ പോലും നടത്താൻ തയ്യാറുള്ള ആളാണ് ഉണ്ണിത്താൻ. അയാളുടെ മുഖ്യ തൊഴിൽ സന്താന ഉൽപ്പാദനം മാത്രമാണ്. സരസ്വതിയെ വിവാഹം കഴിച്ചത് ഗോവിന്ദൻ നായർ എന്നൊരാളാണ്. അയാൾ ഒരു കൃഷിക്കാരനാണ്. തികച്ചും മുരടനുമാണ്. ഭർത്താവിനെ അനുസരിക്കുന്ന, മുരടത്തരം സഹിക്കുന്ന സാധുവായ സരസ്വതി ദുഃഖിതയാണ്. ഗോവിന്ദൻ നായർക്ക് ജീവിതം വല്ലാതെ വഴിമുട്ടിയെന്ന് തോന്നി. ആ സമയം ഗോവിന്ദൻ നായർ സരസ്വതിയെയും കുട്ടിയുടെയും കൂട്ടി ഇലഞ്ഞിക്കൽ തറവാട്ടിലെത്തി. പൂമുഖവും കളരിയും മാത്രമേ തറവാട്ടിൽ അവശേഷിക്കുന്നുള്ളൂ. അവിടെ തന്നെ അയാൾ പൊറുതി തുടങ്ങി. എന്ന് മാത്രമല്ല, കളരിയിൽ കള്ളവാറ്റും ആരംഭിച്ചു. രാമക്കുറുപ്പ്
നിസ്സഹായനായി നിന്നു. വേലായുധം പിള്ള ശ്യാമളയെ പ്രാപിക്കാൻ കൊതിച്ചു. അതിനായി പണം മുടക്കാനും തയ്യാറാണെന്നായി. പിള്ളയുടെ ക്രൂരത രാമക്കുറുപ്പിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിയ അപ്പുക്കുട്ടനും കൃഷിക്കാരുടെ ഇടത്തിലേക്ക് മടങ്ങി. പുലയിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അപ്പുക്കുട്ടൻ്റെ മകനെ കൊണ്ട് രാമക്കുറുപ്പ് ഇലഞ്ഞിക്കിലെ കളരിയിൽ വിളക്ക് കൊളുത്തിച്ചു. അത് ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ആരംഭമായി മാറി.